7 ടൈപ്പ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളുടെയും സ്പെഷ്യാലിറ്റി, അവരുടെ ഫ്രീക്വൻസി റേഞ്ച്, വേവ് ലെങ്ത് റേഞ്ച്, യൂസസ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് അവരുടെ പ്രൊഡക്ഷനും ഡിറ്റക്ഷനുമാണ്. നമ്മുടെ NCERT ബുക്കിൽ കൃത്യമായിട്ടൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതേ ടേബിൾ അതേ രീതിയിൽ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ആദ്യമായി 4 ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളുടെ പ്രൊഡക്ഷനും ഡിറ്റക്ഷനുമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ടേബിൾ മനസ്സിൽ വിചാരിക്കുക. അതിൻ്റെ ഫസ്റ്റത്തെ കോളത്തിൽ ടൈപ്പ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. സെക്കൻഡ് കോളത്തിൽ ഓരോ EM വേവിൻ്റെയും പ്രൊഡക്ഷൻ, അവസാനത്തേതിൽ അതിൻ്റെ ഡിറ്റക്ഷൻ. നോക്കാം നമുക്ക് ഓരോന്നും. ആദ്യമായി റേഡിയോ വേവ് ആണ്. റേഡിയോ വേവുകളെ ഏത് രീതിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? റാപ്പിഡ് ആക്സലറേഷൻ ആൻഡ് ഡീസലറേഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഏരിയൽസ്. പണ്ടത്തെ കാലത്തെ റേഡിയോസിലൊക്കെ നിങ്ങളൊരു പക്ഷേ ഏരിയൽ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ സൈഡിൽ വെക്കുന്ന ഒരു ഏരിയൽ, ആ റേഡിയോയുടെ സൈഡിൽ ഒരു പക്ഷേ ഒതുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മളതിനെ പിടിച്ച് നിവർത്തി വലിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ മുകളിലേക്ക് നീണ്ടു വരും. ചില കാറുകളിലൊക്കെ, പഴയ കാറുകളിലൊക്കെ കാണാനായിട്ട് സാധിക്കും ഏരിയലൊക്കെ. അപ്പോൾ അതുപോലെയുള്ള ഏരിയലുകളിൽ, ഏരിയൽ ഒരു കണ്ടക്ടറാണ്, അതുപോലെയുള്ള ഏരിയലുകളിൽ റാപ്പിഡ് ആക്സലറേഷൻ, വെലോസിറ്റി കൂടി വരുന്നു, അല്ലെങ്കിൽ ഡീസലറേഷൻ, വെലോസിറ്റി കുറഞ്ഞു വരുന്നു. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങൾക്ക് ആരെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും? റേഡിയോ വേവുകളെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. റാപ്പിഡ് ആക്സലറേഷൻ ആൻഡ് ഡീസലറേഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഏരിയൽസ്. ഇനി നമുക്കത് എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാം? റിസീവർ സൈഡിലുള്ള ഏരിയൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് റേഡിയോ വേവിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഡിറ്റക്ഷൻ റിസീവേഴ്സ് ഏരിയൽസ്. നമ്മുടെ കയ്യിലുള്ള റേഡിയോ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസീവറാണ്. ഒരു റേഡിയോ സ്റ്റേഷൻ സെൻഡ് ചെയ്യുന്ന EM വേവുകളെ, റേഡിയോ വേവുകളെ റിസീവ് ചെയ്യുന്ന കർത്തവ്യമാണ് നമ്മുടെ റേഡിയോനുള്ളത്. അപ്പോൾ റേഡിയോയുടെ പിന്നിലുള്ള ആ ഒരു ഏരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഏരിയയിലാണ്? റിസീവർ ഭാഗത്തുള്ള ഏരിയയിലാണ്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റേഡിയോ വേവുകളെ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് മൈക്രോവേവ് ആണ്. ക്ലിസ്ട്രോൺ വാൾവ് ഓർ മാഗ്നട്രോൺ വാൾവ്. ശരിക്കും കൃത്യമായി എന്താണ് ക്ലിസ്ട്രോൺ വാൾവ്, എന്താണ് മാഗ്നട്രോൺ വാൾവ്, ഏത് രീതിയിലാണ് അവർ മൈക്രോവേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത്രയും ഡീപ്പായിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. ക്ലിസ്ട്രോൺ വാൾവ് ഉപയോഗിച്ചും മാഗ്നട്രോൺ വാൾവ് ഉപയോഗിച്ചും നമുക്ക് ആരെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും? മൈക്രോവേവുകളെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ ഇമേജസും അതിൻ്റെ വർക്കിങ്ങും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ സിലബസിൽ ഇത്രയേ പറയുന്നുള്ളൂ. ക്ലിസ്ട്രോൺ വാൾവ് ഉപയോഗിച്ചും മാഗ്നട്രോൺ വാൾവ് ഉപയോഗിച്ചും മൈക്രോവേവുകളെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പോയിൻറ്റ് കോണ്ടാക്ട് ഡയോഡുകൾ ഉപയോഗിച്ച് മൈക്രോവേവുകളെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ടും സാധിക്കും. ഇവരുടെയൊക്കെ വർക്കിങ്ങും അവരുടെയൊക്കെ ആ ഒരു ഇമേജസൊക്കെ നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അടുത്തത് ഇൻഫ്രാറെഡ് വേവ് ആണ്. അവരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വൈബ്രേഷൻ ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. വളരെ വിഗറസ് ആയി ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ചൂടാവും. ആ ഹോട്ട് ബോഡീസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇൻഫ്രാറെഡ് വേവുകൾ പ്രൊഡ്യൂസ് ചെയ്യും. നമുക്ക് ഏത് രീതിയിൽ ഇൻഫ്രാറെഡ് വേവുകളെ ഡിറ്റക്റ്റ് ചെയ്യാം? തെർമോപൈൽസ്, ബോളോമീറ്റർ, ഇൻഫ്രാറെഡ് ഫോട്ടോഗ്രാഫിക് ഫിലിം, ഈ 3 സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് IRനെ, ഇൻഫ്രാറെഡ് വേവിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഡിവൈസുകളാണ്. തെർമോപൈൽസ്, ബോളോമീറ്റർ എന്നൊക്കെ പറയുന്നത് ഡിവൈസുകളാണ്. നമ്മുടെ സാധാരണ ഫോട്ടോഗ്രാഫിക് ഫിലിം പോലെയുള്ള ഒരാൾ തന്നെയാണ് ഇൻഫ്രാറെഡ് ഫോട്ടോഗ്രാഫിക് ഫിലിം. നമ്മൾ പഴയ ക്യാമറകളിലൊക്കെ നമ്മൾ ഫിലിമാണ് ഉപയോഗിച്ചിരുന്നത്. അതൊരു ഫോട്ടോഗ്രാഫിക് ഫിലിം പോലെയാണ്. നമ്മുടെ വിസിബിൾ ലൈറ്റിനെ ഡിറ്റക്റ്റ് ചെയ്യുന്ന വിധത്തിലാണ് അവിടെ ആ ഫോട്ടോഗ്രാഫിക് ഫിലിം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് ഇൻഫ്രാറെഡ് ഫോട്ടോഗ്രാഫിക് ഫിലിമാണ്. ഇൻഫ്രാറെഡ് റേസിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഫോട്ടോഗ്രാഫിക് ഫിലിം. അതുകൊണ്ട് നമുക്ക് തെർമോപൈൽസ്, ബോളോമീറ്റർ, ഇൻഫ്രാറെഡ് ഫോട്ടോഗ്രാഫിക് ഫിലിം, ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇൻഫ്രാറെഡ് വേവ്സിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് വിസിബിൾ ലൈറ്റ് ആണ്. നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള വിസിബിൾ ലൈറ്റ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഫ്രം വൺ എനർജി ലെവൽ ടു ലോവർ എനർജി ലെവൽ. ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ഇലക്ട്രോൺസിന് നമ്മൾ അങ്ങോട്ട് കുറച്ച് എനർജി കൊടുത്തു കഴിഞ്ഞാൽ അവർ എക്സൈറ്റ് ചെയ്യും, നേരെ മുകളിലേക്ക് ഹയർ എനർജി ലെവലുകളിലേക്ക് എക്സൈറ്റ് ചെയ്യും. ഒരു പക്ഷേ കെമിസ്ട്രിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആ ഇലക്ട്രോൺസ് ഹയർ എനർജി ലെവൽസിൽ സ്റ്റേബിൾ അല്ല. അവർ തിരിച്ച് വീണ്ടും ഗ്രൗണ്ട് ലെവലിലേക്കോ അതല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ലെവലുകളിലേക്ക് വരും. എങ്ങനെ വരും? അവർ അബ്സോർബ് ചെയ്ത എനർജിയെ പുറത്തേക്ക് റിലീസ് ചെയ്തുകൊണ്ടാണ് അവർക്ക് എക്സൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആ എക്സൈറ്റേഷന് സമയത്ത് ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യുന്ന സമയത്ത് അവർ പുറത്തേക്ക് വിടുന്നത് വിസിബിൾ ലൈറ്റ് ആയിരിക്കും. ഫോട്ടോൺസിൻ്റെ രൂപത്തിലായിരിക്കും അവർ പുറത്തേക്ക് റേഡിയേഷൻസ് വിടുക, അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റിൻ്റെ ഫോമിലായിരിക്കും പുറത്തേക്ക് റേഡിയേഷൻസ് വിടുക.
അതുകൊണ്ടാണ് നമ്മൾ വിസിബിൾ ലൈറ്റിൻ്റെ പ്രൊഡക്ഷനിൽ അത്തരത്തിലുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇനി എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാം? വളരെ എളുപ്പമാണ് വിസിബിൾ ലൈറ്റിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് ഹ്യൂമൺ ഐ ഉപയോഗിച്ച് ഡിറ്റക്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഫോട്ടോ സെല്ലുകൾ ഉപയോഗിച്ച് ഡിറ്റക്റ്റ് ചെയ്യാം. അതുമല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക് ഫിലിം ഉപയോഗിച്ചിട്ടും ഡിറ്റക്റ്റ് ചെയ്യാം. ഈ ഫോട്ടോ സെൽ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സോളാർ സെല്ല് പോലത്തെ ഒരു സംവിധാനമാണ്. സോളാർ സെല്ലല്ല, പക്ഷേ സോളാർ സെല്ല് പോലത്തെ ചിലൊരു സംവിധാനമാണ് ഫോട്ടോ ഡയോഡ് അതല്ലെങ്കിൽ ഫോട്ടോ സെൽ എന്നൊക്കെ പറയുന്നത്. ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ആളുകളാണ് ഈ ഫോട്ടോ സെല്ലുകൾ. അതായത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയാൻ പറ്റും അവിടെ ലൈറ്റ് വന്ന് വീഴുന്നുണ്ട്, സോളാർ സെല്ലൊക്കെ പോലെ. അപ്പോൾ അതുപോലെയുള്ള ഡിവൈസുകൾ, ഫോട്ടോ സെല്ലുകൾ പോലെയുള്ള ഡിവൈസുകൾ, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക് ഫിലിം, പണ്ടത്തെ ക്യാമറകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഫോട്ടോഗ്രാഫിക് ഫിലിം, അതല്ലെങ്കിൽ ചില എക്സ്പെരിമെൻറ്റ്സിലൊക്കെ ഉപയോഗിക്കാറുണ്ട് ഫോട്ടോഗ്രാഫിക് ഫിലിം, അതല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൺ ഐ, ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് വിസിബിൾ ലൈറ്റിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് യു വി റേസ് ആണ്. യു വി റേസിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ്, ഡിറ്റക്ഷൻ എങ്ങനെയാണ്, അത് നമുക്ക് പരിശോധിക്കണം. പിന്നീട് എക്സ് റേസ്, അവസാനമായിട്ട് ഗാമ റേസ്. യു വി റേസ് പ്രൊഡക്ഷൻ: ഇന്നർ ഷെൽ ഇലക്ട്രോൺസ് മൂവിങ് ഫ്രം വൺ എനർജി ലെവൽ ടു ലോവർ എനർജി ലെവൽ. ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഫോട്ടോ സെൽസ്, ഫോട്ടോഗ്രാഫിക് ഫിലിം. നമ്മുടെ വിസിബിൾ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇലക്ട്രോൺസ് ആർ ഡീഎക്സൈറ്റിംഗ് ഫ്രം വൺ എനർജി ലെവൽ ടു ലോവർ എനർജി ലെവൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഏത് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ യു വി റേസ്, അൾട്രാ വയലറ്റ് റേസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇന്നർ ഷെൽ ഇലക്ട്രോൺസ് തന്നെ ഡീഎക്സൈറ്റ് ചെയ്യണം. അതായത് നമ്മുടെ ന്യൂക്ലിയസിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഷെല്ല്, അതാണ് ഇന്നർ ഷെൽ ഇലക്ട്രോൺസ്. ഏറ്റവും പുറത്തുള്ളത് വാലൻസ് ഷെല്ലാണ്. ഏറ്റവും അടുത്തുള്ളത്, ന്യൂക്ലിയസിൻ്റെ ഏറ്റവും അടുത്തുള്ളത് ഇന്നർ ഷെൽ ഇലക്ട്രോൺസ് ആണ്, അല്ലെങ്കിൽ ഇന്നർ ഷെല്ലാണ്. അവിടെയുള്ള ഇലക്ട്രോൺസ് ഒരു എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് വരുമ്പോഴാണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? യു വി റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാം? ഫോട്ടോ സെൽ, ഫോട്ടോഗ്രാഫിക് ഫിലിം. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ വിസിബിൾ ലൈറ്റിനെ ഐ വെച്ചിട്ടും ഫോട്ടോ സെല്ല് വെച്ചിട്ടും ഫോട്ടോഗ്രാഫിക് ഫിലിം വെച്ചിട്ടും ഡിറ്റക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിൽ ഐ എന്ന് പറയുന്ന ആ ഒരു ടേമിനെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു വി റേസിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ടുള്ള മാർഗ്ഗങ്ങളായി. നമ്മുടെ ഹ്യൂമൺ ഐ കൊണ്ട്, നേക്കഡ് ഐ കൊണ്ട് ഒരിക്കലും യു വി റേസിനെ കാണാനായിട്ട് സാധിക്കുകയില്ല, ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഐ എടുത്ത് കളയുക, ബാക്കിയുള്ള രണ്ട് മെത്തേഡുകളും യു വി റേസിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം, ഫോട്ടോ സെല്ലുകളും ഫോട്ടോഗ്രാഫിക് ഫിലിമും. ഇനി എക്സ് റേസിനെ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം, എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാം? എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പ്രത്യേക തരത്തിലുള്ള ഡിവൈസുകളുണ്ട്. അതാണ് എക്സ്റേ ട്യൂബ്സ്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നർ ഷെൽ ഇലക്ട്രോൺസ് ഡീഎക്സൈറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ആരെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും? എക്സ്റേസിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇദ്ദേഹത്തെ ഡിറ്റക്റ്റ് ചെയ്യണമെങ്കിൽ പ്രധാനമായിട്ട് 3 മെത്തേഡുകളുള്ളത്. ഒന്ന് ഫോട്ടോഗ്രാഫിക് ഫിലിം, നേരത്തെ പറഞ്ഞതുപോലെ ഫോട്ടോഗ്രാഫിക് ഫിലിം. ഗെയ്ഗർ ട്യൂബ്സ്, ഇതൊരു ഡിവൈസാണ്, ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ അയണൈസേഷൻ ചേംബർ, ഇതൊക്കെ ഓരോ ഡിവൈസുകളാണ്. ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിൻ്റെ ഫിഗർ എന്താണ്, ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് തൽക്കാലത്തേക്ക് പഠിക്കാനില്ല. ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ലഭിക്കുന്നതാണ്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക. ആ ഗെയ്ഗർ ട്യൂബ്സിൻ്റെയും അയണൈസേഷൻ ചേംബറിൻ്റെയും ഒക്കെ വർക്കിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ഇമേജസും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇത്രയും പഠിക്കാനുള്ളൂ. എക്സ്റേ നമുക്ക് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം, എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാം. എക്സ്റേ ട്യൂബുകളോ അതല്ലെങ്കിൽ ഇന്നർ ഷെൽ ഇലക്ട്രോൺസിൻ്റെ ഡീഎക്സൈറ്റേഷനോ കാരണം എക്സ്റേസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. 3 മെത്തേഡുകളാണ് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ടുള്ളത്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഫോട്ടോഗ്രാഫിക് ഫിലിം ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഗെയ്ഗർ ട്യൂബ്സ് ഉപയോഗിക്കാം, അതും അല്ലെങ്കിൽ അയണൈസേഷൻ ചേംബർ ഉപയോഗിക്കാം. ഇനി അവസാനമായി നമുക്കുള്ളത് ഗാമ റേസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ന്യൂക്ലിയസ് റേഡിയോ ആക്ടിവിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, റേഡിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രധാനമായിട്ടും ഗാമ റേസ് കിട്ടുന്നത്. ഒരു ന്യൂക്ലിയസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോവുകയാണെന്ന് വിചാരിക്കുക, അതായത് റേഡിയേഷൻസ് പുറത്തേക്ക് വിട്ടുകൊണ്ടേയിരിക്കുകയാണെന്ന് വിചാരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ 3 ടൈപ്പ് പാർട്ടിക്കിൾസാണ് പുറത്തേക്ക് വരിക. ഒന്നില്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ ബീറ്റ പാർട്ടിക്കിൾസ്, അതുമല്ലെങ്കിൽ ഗാമ റേഡിയേഷൻ. ഗാമ പാർട്ടിക്കിൾസ് എന്ന് നമ്മൾ പറയാറില്ല, ഗാമ റേഡിയേഷനാണ്. അതൊരു എനർജിയുടെ ഫോമാണ്, ഒരു പാർട്ടിക്കിൾ അല്ല, ഒരു എനർജിയുടെ ഫോമാണ്. പക്ഷേ ആൽഫയും ബീറ്റയും പാർട്ടിക്കിൾസ് ആണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വരുന്ന ചാപ്റ്ററുകളിൽ, അതായത് ന്യൂക്ലിയ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ്. തൽക്കാലം ഇത്രയൊന്നും ആലോചിച്ച് വെച്ചേക്കുക. നമ്മുടെ ഒരു ന്യൂക്ലിയസ്, റേഡിയോ ആക്റ്റീവായിട്ടുള്ള ഒരു ന്യൂക്ലിയസ് പുറത്തേക്ക് വിടുന്ന ഒരു റേഡിയേഷനാണ് ഗാമ. റേഡിയോ ആക്റ്റീവ് ഡീകേ ഓഫ് ദ ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസ് റേഡിയോ ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു ന്യൂക്ലിയസ് പുറത്തേക്ക് വിടുന്ന വൺ ഓഫ് ദി റേഡിയോ ആക്റ്റീവായിട്ടുള്ള ഒരു റേഡിയേഷനാണ് എന്ത്? ഗാമ റേസ്. എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാം?
നമ്മൾ എക്സ്റേനെ എങ്ങനെയൊക്കെ ഡിറ്റക്ട് ചെയ്തോ അതേപോലെ തന്നെ നമുക്ക് ആരെയും ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും, ഗാമ റേസിനെയും ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ 3 പോയിന്റുകളും താഴേക്ക് കോപ്പി ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഫോട്ടോഗ്രാഫിക് ഫിലിം ഉപയോഗിച്ചും ഗെയ്ഗർ ട്യൂബ്സ് ഉപയോഗിച്ചും അയണൈസേഷൻ ചേമ്പർ ഉപയോഗിച്ചും നമുക്ക് ഗാമ റേസിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് അതിൻ്റെ കീഴിൽ വരുന്നതാണ് ഇതൊക്കെ. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതായത് ഏതൊക്കെയാണ് നമ്മുടെ 7 ടൈപ്പ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, അവരുടെ ഫ്രീക്വൻസി റേഞ്ച് എന്താണ്, അവരുടെ വേവ് ലെങ്ത് റേഞ്ച് എന്താണ്, അവരുടെ പ്രൊഡക്ഷൻ എങ്ങനെയാണ്, അവരുടെ ഡിറ്റക്ഷൻ എന്താണ്, അവരുടെ യൂസസ് എന്താണ്. അപ്പോൾ നമ്മൾ എക്സാമിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ആ ടേബിളിൽ എന്തൊക്കെ വേണം, ഓരോ റേസും ഓരോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും അതിൻ്റെ അടുത്ത കോളത്തിൽ അവരുടെ ഫ്രീക്വൻസി റേഞ്ച്, അടുത്ത കോളത്തിൽ അവരുടെ വേവ് ലെങ്ത് റേഞ്ച്, അടുത്ത കോളത്തിൽ അവരുടെ പ്രൊഡക്ഷൻ, പിന്നീടുള്ള കോളത്തിൽ അവരുടെ ഡിറ്റക്ഷൻ, ഏറ്റവും അവസാനം അവരുടെ കുറച്ച് യൂസസ്. ഇത്തരത്തിലുള്ള ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് എല്ലാ കാര്യങ്ങളും ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനും വളരെയധികം വേഗത്തിൽ പഠിക്കാനും സാധിക്കും.